ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ലോയിങ് വിത്ത് സോണിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ബൈ ഗോഡ്സ് ഗ്രേസ്. യെസ്, ഞാൻ ജീവനോടെ ഉണ്ട്. എന്താ പറയുക, എനിക്കൊരു ബാക്ക്ലോഗ് ഓഫ് വീഡിയോസ് കിടക്കുവാണ് അപ്ലോഡ് ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് സമയമില്ല ഗൈസ്, ഭയങ്കര തിരക്കാണ്. നമ്മളിപ്പം ഞങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വർക്ക് ഇല്ലാത്ത ദിവസം സെയുടെ കൂടെയാണ് ഫുൾ ടൈം. സേ ആണെങ്കിൽ ആ ഒരു ടോഡ്ലർ ഏജിലോട്ട് വരുന്നതിൻ്റെതായ തന്നെ ആക്റ്റീവ്നെസ് ആണ് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് അവളെ അൺഅറ്റൻറ്റീവായിട്ട് വിടാൻ പറ്റത്തില്ല. അപ്പോൾ അവളുടെ പുറകെയാണ്. പിന്നെ അവൾ ഉറങ്ങുമ്പോഴായിരിക്കും നമ്മൾ ഒരു ഇച്ചിരി നേരം ഫോൺ നോക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഒരു വീഡിയോ എടുത്താൽ ചുമ്മാ ഒരു റോ വീഡിയോ ഇടുന്നതിനേക്കാളും എനിക്ക് നന്നായിട്ടൊന്ന് എഡിറ്റ് ചെയ്തൊക്കെ ഇടാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന സമയം കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിവേയ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊന്നുമല്ല കേട്ടോ. ഞാനിതെല്ലാം ഒന്ന് ജസ്റ്റ് ഹിൻഡ് ചെയ്തേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്റ്റേക്കേഷന് പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. 2 days ആണ് നമ്മൾ സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ജോപ്പിയുടെ ബർത്ത്ഡേ ആണ് നാളെ. ഓക്കെ, അപ്പം നമ്മളൊരു സ്റ്റേ ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത് യോർക്ക്ഷയർ ഡെയിൽസിലാണ്. വാൾസ് വാക്ക് ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുന്നത്, പോർട്ട് സ്റ്റേ ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ടൈമാണ് പോർട്ട് സ്റ്റേ. ഞാൻ വന്ന വർഷം തുടങ്ങി എപ്പോഴും ഞാൻ നോക്കും ഒരു പോർട്ട് സ്റ്റേ ബുക്ക് ചെയ്യാം. പക്ഷെ ഭയങ്കര ക്വിക്കാണ് അവരുടെ ആ ഒരു, എന്താ പറഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള ബുക്കിംഗ് വരെ ഇപ്പം തന്നെ കഴിഞ്ഞു കാണും, മനസ്സിലായി. അതുപോലെ നന്നായിട്ട് ഫാസ്റ്റ് പേസിൽ പോകുന്ന ബുക്കിംഗ് ആണ് ഈ ഒരു പോർട്ട് സ്റ്റേ. അപ്പം ഞങ്ങൾക്ക് ഇന്നേ വരെ പോകാൻ പറ്റിയിട്ടില്ല. എനിവേയ്സ്, ബൈ ഗോഡ്സ് ഗ്രേസ് ഈ ഒരു പ്രാവശ്യം നമുക്ക് അത് കിട്ടിയിരിക്കുക. അപ്പം നമ്മൾ ഇവിടുന്ന് 1.5 മണിക്കൂർ ദൂരമാണ് ഈ ഒരു സ്ഥലം. ഇപ്പം സമയം 12:30 ആയി. നമ്മളൊരു 1:30 ആകുമ്പോഴാണ് ഇവിടുന്ന് സ്ഥലം വിടാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. 4 o'clock നമുക്ക് ചെക്ക് ഇൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് രാത്രി അവിടെ സ്റ്റേ, നാളെ നൈറ്റും സ്റ്റേ, പിന്നെ വെനസ്ഡേ മോർണിംഗ് നമ്മൾ തിരിച്ചിങ്ങ് വരും. പിന്നെ എന്താ പറയുന്നത്, എക്സൈറ്റഡ് ആണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പോർട്ട് സ്റ്റേ ആണ്. അമ്മയ്ക്കും ജോബിക്കും അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. എവിടെ മോളെ സ്റ്റേ, എന്താ ഈ നമ്മുടെ പ്ലാൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ പോകുന്ന കാര്യം മാത്രം അറിയും. അപ്പം വീഡിയോയിലേക്ക് കിടന്നാലോ? അപ്പം സ്റ്റേ ട്യൂൺഡ്. ഹായ് ഹായ് അമ്മേ, റെഡി? റെഡിയാണോ? റെഡി. ആ, ചോപ്പിക്കുന്ന ആളും ഒന്നും ഓക്കെ. നമ്മളങ്ങനെ പ്രാർത്ഥിച്ചതേ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് 1 hour 25 minutes ആണ് ടൈം എടുക്കുന്നത് കേട്ടോ. നമ്മളൊരു 1:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്ക് വെച്ച് പമ്പിലൊന്ന് കയറേണ്ടി വന്നു. ആ സമയത്ത് നമ്മൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും പൊസിഷൻസ് ഒന്ന്, അതായത് സീറ്റിംഗ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ആൻഡ് ദിസ് ഇസ് ദ വ്യൂ. ഈ ഒരു വ്യൂ കാണാനാണ് ഇവിടെ ആൾക്കാരെല്ലാം വന്ന് ഗ്ലാമ്പ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയായിരുന്നു കേട്ടോ ഡയറക്റ്റ് കാണുമ്പോൾ. ഭയങ്കര പീസ്ഫുള്ളായിട്ടും നല്ല കാം അറ്റ്മോസ്ഫിയറാണ് ആ ഒരു വ്യൂ. ആൻഡ് നമ്മൾ ഭയങ്കര ലക്കി ആയിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു 2 ദിവസം അടിപൊളി വെതറുമായിരുന്നു. ആൻഡ് ദിസ് ഇസ് വേർ വി സ്റ്റേഡ്. ഈ ഒരു പോഡിലായിരുന്നു നമ്മൾ 2 ദിവസം താമസിച്ചത്. ആക്ച്വലി ഇത് ഈസ്റ്റ് ഹെസ്ലറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. നോർത്ത് യോർക്ക്ഷയറിൽ തന്നെയാണ്. ആൻഡ് നമുക്ക് ഈ ഒരു ഗ്ലാമ്പിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വാൾസ് വാക്ക് ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ്. അവർക്ക് 3 ഗ്ലാമ്പിംഗ് പോഡ്സാണ് ഉള്ളത്. ഇപ്പോൾ ഈ കാണുന്നത് വെയിൽ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് വൺ ഇസ് ബിഹൈവ്. നമ്മൾ ദ ബിഹൈവിലാണ് താമസിച്ചത്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഫീസൻസ് റൂസ്റ്റ്. ഓക്കെ, അപ്പം 3 ഗ്ലാമ്പിംഗ് പോഡ്സാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ 3 എണ്ണത്തിലും 3 എന്താ പറയുന്നത് ഫീച്ചേഴ്സാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കത്തെ എടുത്തേക്കുന്നത് കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ 3 അഡൽട്ട്സ് ഇല്ലേ, പ്ലസ് ഒരു ബേബിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പേസ് ഒക്കെ ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ദ ബിഹൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർട്ട് സ്റ്റേ. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം എന്തുവാ എങ്ങനെയാണ് ഇരിക്കുന്നത്.
ഫ്രണ്ടിൽ തന്നെ നമുക്ക് 2 സോഫയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതിൻ്റെ കുഷനൊക്കെ എന്ത് ചെയ്യും, അതെല്ലാം ഉണ്ട്. നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്യാൻ എടുക്കുക, എന്നിട്ട് തിരിച്ച് കയറുന്ന സമയത്ത് അതെടുത്ത് മാറ്റി വെക്കണമെന്ന്. ഓക്കെ, പിന്നെ ഈ സൈഡിലോട്ട് വന്നാൽ ഈ ഭാഗം ഇവിടെ വന്നാൽ ചെറിയ ജാക്യൂസി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഡിനും ആ ഒരു പോർഡിനുമാണ് ജാക്യൂസി അവൈലബിൾ ആയിട്ട് വരുന്നത്. അത് നമുക്കൊന്ന് കാണിക്കാം. രാത്രി നല്ല ലൈറ്റിങ്ങും പിന്നെ ഇവിടെ ബാർബിക്യൂ ചെയ്യാണ്ടായിട്ട് നമുക്ക് അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ കോളാണ് ആഗ്രഹിച്ചു വന്നതെങ്കിലും അവരിപ്പം നമ്മൾ വന്നപ്പം പറഞ്ഞു കോളില്ല, അതിന് പകരം അവർ നമുക്ക് ഗ്യാസ് സിലിണ്ടറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ബാർബിക്യൂ സ്റ്റാൻഡ്. ഓക്കെ, നമ്മൾ ഈ ഒരു ബാർബിക്യൂ ഇന്ന് നമ്മൾ സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്നും നാളെയായിട്ട് നമ്മൾ യൂസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ. വെളിയിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ കൂടിലേക്കൊന്ന് കയറി നോക്കാം. അമ്മയും കുഞ്ഞും അവിടെ നിൽപ്പുണ്ട്. റൈറ്റ്, കയറാം. അപ്പോൾ ഇവിടെ ആണെങ്കിലും ചെറിയൊരു ബാൽക്കണി സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സോഫയും ഒരു ടീ ടേബിളും ഉണ്ട്. പിന്നെ തുണി എന്തെങ്കിലും ഉണക്കാനുണ്ടെങ്കിൽ അതിടാനുണ്ട്. നമ്മൾ വന്ന സമയത്ത് നമ്മളോട് ഇതിൻ്റെ ഓണേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോക്സിൽ നിന്ന് കീ ആക്സസ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഈ സൈഡിലോട്ട് വന്നാൽ നമുക്ക് ഒരു മിനി കിച്ചണാണുള്ളത്. ഇൻക്ലൂഡിങ് എന്താ പറയുക, ടോസ്റ്ററും കെറ്റിലും മൈക്രോവേവും ഫ്രിഡ്ജും എല്ലാം ഉണ്ട്. ഇവിടെ ഒരു സ്റ്റൗ വരെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് യൂട്ടൻസിൽസ് എല്ലാം അവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ പ്ലേറ്റ്സും പാത്രങ്ങളും എല്ലാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. ആൻഡ് ഇവിടെയും ഉണ്ട് പ്ലേറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ ടി വിയും ഒരു 4 സീറ്റ് ഡൈനിങ് ടേബിളും ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു സോഫയുണ്ട്. ഈ സോഫ എനിക്ക് തോന്നുന്നു നല്ല ഒരാൾക്ക് വേണമെങ്കിൽ കിടക്കാം സുഖമായിട്ട്, അതുപോലെ ഒരു സോഫയാണ്. ആൻഡ് ദെൻ നമുക്ക് ഇവിടെ ഒരു ഡബിൾ ഡെക്കർ ബെഡ് ഉണ്ട് കേട്ടോ. ഇതാണ് ഡബിൾ ഡെക്കർ ബെഡ്. ആൻഡ് മുന്നോട്ട് വരുമ്പോൾ ഇതിവിടെ ഒരു ഡബിൾ ബെഡും ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു പോഡ്. പിന്നെ സൈഡിൽ ഇവിടെ ഒരു മിനി ടേബിൾ ഉണ്ട്, ബെഡ് സൈഡ് ടേബിൾ പോലെ. ഇതാണ് നമ്മുടെ ബാത്റൂം. ഇവിടെ ഇതിൻ്റെ നാഷണൽ ടൂറിസ്റ്റ് ബോർഡായിട്ടുള്ള വിസിറ്റ് ഇംഗ്ലണ്ട് ടീം വന്നിട്ട് ഈ ഒരു പോഡിനെ ഗോൾഡൻ അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ബെഡ് സൈഡ് ഡ്രോയറിൽ കുറേ ബ്രോഷേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തു അതിൻ്റെ ക്ലിപ്പ് എടുത്തുന്നു, പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. ആൻഡ് ഇവിടെ ഒരു വിസിറ്റർ ബുക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പോഡിൽ നമുക്ക് കാണിക്കാനുള്ളത്. പുറത്തു നിന്ന് വരുമ്പോഴേ നമ്മൾ ഇത്രയും ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. നല്ല സ്പേഷ്യസ് ആട്ടോ. ആൻഡ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഈ ഒരു പോഡ് ബിഹൈവ് എന്ന് പറഞ്ഞ പോഡ് 5 മെമ്പേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യും എന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് എടുത്തത്. കാരണം നമ്മൾ 3 അഡൾട്ട്സ് ഇല്ലേ, പിന്നെ ഒരു കുഞ്ഞും. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും കണ്ട ആ 2 പോഡ്സ് കപ്പിൾസിനുള്ള പോഡ്സ് ആണ് കൂടുതലും. ദാറ്റ് ഈസ് ഡബിൾ ബെഡാണ് അതിൻ്റെ അകത്തുള്ളത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒന്നിലെന്തോ ഒരു സോഫ ബെഡും കൂടിയുണ്ട്. പിന്നെ ഈ 3 പോഡ്സും നല്ല ഡിസ്റ്റൻസിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. വീഡിയോയിൽ നോക്കുമ്പോൾ അടുത്തായിട്ട് കണ്ടാലും നല്ല ഡിസ്റ്റൻസിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫുൾ പ്രൈവസി ഉണ്ട്. ആൻഡ് ഈ മുന്നിൽ കാണുന്ന ഒരു ഓപ്പൺ സ്പേസിൽ നല്ലതായിട്ട് നമുക്ക് അവിടെ അവർ ഈ പറയുന്ന ചെയർസും ബെഞ്ചും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഗ്ലാമ്പിംഗ് പോഡ്സിൻ്റെ പുറയിലായിട്ട് തന്നെ ഒരു ചെറിയ പാർക്കിംഗ് ഉണ്ട്. അവിടെയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്ത്. അതിൻ്റെയും പുറയിലായിട്ട് ഷെപ്പേർഡ്സ് ഹട്ട് എന്ന് പറഞ്ഞിട്ട് 2 ഹട്ട്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും അവരുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഷെപ്പേർഡ് ഹട്ട്സ് എന്ന് പറയുമ്പം കുറച്ചും കൂടെ നേച്ചറിനോട് ചേർന്ന് നിൽക്കാമെന്ന്, സ്റ്റേ എൻജോയ് ചെയ്യാമെന്ന ടൈപ്പ് ഒരു സ്റ്റേ ആണ് കേട്ടോ. നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ നല്ലൊരു ചായ കുടിക്കാമെന്ന് വെച്ചു. അമ്മ എങ്ങനെയുണ്ട് അമ്മേ?
ഈ സ്ഥലം ആണോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇവിടെ ജോപ്പിയും കുഞ്ഞും UK-ലിപ്പം സമ്മറൊക്കെ കഴിഞ്ഞു വരുവാണ്. അതുകൊണ്ട് തന്നെ സൺസെറ്റൊക്കെ ഒരു 7:30 7:45 ടൈമാണ് കേട്ടോ. എന്താ പറയുക, ഞാൻ ആക്ച്വലി സൺസെറ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നത്, പക്ഷേ ഈ ഒരു സൈഡിലേക്ക്. പക്ഷേ ദേ കണ്ടില്ലേ, അവിടെ ആയിട്ടായിരുന്നു സൺസെറ്റ്. അതുകൊണ്ട് നമുക്കത് ഫുൾ എഫക്റ്റിൽ കിട്ടിയില്ല. പിന്നെ എന്താ പറയുന്നത്, നമ്മൾ ഈ ഒരു സ്റ്റേ ബുക്ക് ചെയ്യുന്ന സമയത്ത് ബാർബിക്യൂ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെഫിനറ്റ്ലി നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റേ പോകുമ്പം ബാർബിക്യൂ ഒരു ഹൈലൈറ്റ് തന്നെയാണല്ലോ. അപ്പം നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ചാക്കോളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അവർ നമുക്ക് ഈ പറഞ്ഞ ഫയർ എക്യുപ്മെൻറ്റ്സും അതിൻ്റെ റിക്വയർമെൻറ്റ്സും എല്ലാം തരുന്നതായിരിക്കുമെന്ന്. പക്ഷെ നമ്മൾ വന്ന് ഇറങ്ങിയ സമയത്താണ് അവർ പറയുന്നത് ചാക്കോൾ അവരുടെ കയ്യിൽ നിന്ന് ഔട്ട് ഓഫ് സ്റ്റോക്കായി, പകരം അവർ നമുക്കൊരു ചെറിയ സിലിണ്ടർ പോലെ തരുകയെന്ന് പറഞ്ഞു. എനിവേസ് നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴുകിക്കൊണ്ട് വന്നതാണ് കേട്ടോ. നമ്മൾ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടാണ് വന്നത്. ജസ്റ്റ് കുക്ക് ചെയ്യാൻ മാത്രം അങ്ങോട്ട് എടുത്താൽ മതിയായിരുന്നുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ മീറ്റ് കബാബ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ്റെ എന്താ പറയുന്നത് സ്ക്യൂവേഴ്സും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ ജോയിൻറ്റ്സ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ബാർബിക്യൂന് വേണ്ടിയിട്ട്. Zekuta, Zaylin, hi, Tata, Tata. എല്ലാ ബർത്ത്ഡേസിനും നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പുറത്ത് പോവുക, ഷോപ്പിംഗ് ചെയ്യുക, പിന്നെ ഡൈൻ ഔട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ. ബട്ട് ദിസ് ടൈം നമ്മളിങ്ങനെ ഒരു സ്റ്റേ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യം വന്നപ്പം മാക്സിമം നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വേണം വരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഫസ്റ്റ് ടൈമായിരുന്നു ഈ പറയുന്ന കെബാബ് ആണെങ്കിലും സ്ക്യൂവേഴ്സ് ആണെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. കുറേ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ട് റെഫർ ചെയ്തിട്ടാണ് അതിൻ്റെ മസാലയൊക്കെ കണ്ടുപിടിച്ചത്. അതിൻ്റേതായ ടെൻഷനും ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഇങ്ങനത്തെ കാര്യം വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മേടിച്ച് കഴിക്കുകയല്ലേ ചെയ്യത്തുള്ളൂ. ബട്ട് എന്താ പറയുന്നത്, ടു ബി വെരി ഓണസ്റ്റ്, ഇറ്റ് കെയിം ഔട്ട് വെൽ. ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ കേക്ക് കണ്ടില്ലല്ലോ എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ പ്രാവശ്യം നമ്മൾ ബർത്ത്ഡേ കേക്കിന് പകരം ഒരു പുഡിംഗ് ആണ് സെറ്റപ്പ് ചെയ്തത് കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് മാംഗോ ഫ്ലോട്ട്. മാംഗോ ഫ്ലോട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു 3 to 4 ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൊരു ഡിസേർട്ടാണ്. എന്താ പറയുന്നത്, ഒത്തിരി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിസേർട്ടാണ് കേട്ടോ. നല്ല സാധനമാണ്. ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതെൻ്റെ ഫസ്റ്റ് ടൈമായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. Happy birthday to you. നല്ല ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഒരു റിഗ്രറ്റും ഇല്ല. എണീറ്റ് വന്നപ്പം കാണുന്ന സീനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. എന്ത് ഭംഗിയായിരുന്നെന്നറിയോ? അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഗൈസ്. ആൻഡ് നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. ആ 2 ദിവസവും നമുക്ക് അടിപൊളി വെതറായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റ് ഡേ എന്തോ ആയിരുന്നു, വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കാറ്റുണ്ടായിരുന്നു. അല്ലാതെ throughout the day it was all bright and sunny. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു.
ഇപ്പോഴാണ് ബാബ ബ്ലാക്ക് ഷീപ്പിനെയൊക്കെ കാണുന്നത്. വീട്ടിലെപ്പോഴും ബാബ ബ്ലാക്ക് ഷീപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഷീപ്സിനെയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു 10 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് പയ്യെ പുറത്തോട്ടൊന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചു. അടുത്ത് കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച 2 സ്ഥലങ്ങൾ നമുക്ക് പോകാൻ പറ്റിയില്ല. ബിക്കോസ് അവിടെയൊക്കെ റോഡ് കൺസ്ട്രക്ഷൻസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ബ്ലോക്ക്ഡ് ആയിരുന്നു. പിന്നെ നമ്മളങ്ങനെ അടുത്തുള്ളൊരു ബീച്ചിലേക്കാണ് പോയത് കേട്ടോ. ഒരു 25-30 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു ബീച്ചിലേക്ക്. പക്ഷേ ഇറ്റ് വാസ് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് ബീച്ച് ഐവ് ബീൻ ടു. പിന്നെ ഇതൊരു വർക്കിംഗ് ഡേ ആയിരുന്നേ, ട്യൂസ്ഡേ ആയിരുന്നു നമ്മൾ ബീച്ചിൽ പോയത്. അപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കൂടുതലും ക്രൗഡ് എന്ന് പറയുമ്പം പ്രായമുള്ളവരൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാ മനുഷ്യരുടെ കയ്യിലും പെറ്റ്സ് ഉണ്ടായിരുന്നു. ഈവൻ ഞങ്ങൾ ഹോഴ്സസ് വരെ വരുന്നത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ ക്ലിപ്പ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലതായിരുന്നു കേട്ടോ, നല്ലൊരു റിലാക്സ്ഫുൾ ഡേ ആയിരുന്നു. ഒറ്റ കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ, ദേ ഓൺലി ആക്സെപ്റ്റ് ക്യാഷ് ആൻഡ് നോ കാർഡ് പേയ്മെൻറ്റ്സ്. അപ്പം എവിടെ നിങ്ങൾ പോയാലും ഓർത്തോണം കുറച്ച് ക്യാഷ് കയ്യിൽ കരുതിക്കോണം. ജയക്കുട്ടൻ്റെ സെക്കൻഡ് ടൈം ആയിരുന്നു കേട്ടോ ബീച്ചിൽ. ഫസ്റ്റ് ടൈം നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോയപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും പുള്ളിക്കാരിക്ക് അത്രയൊന്നും ഓർമ്മ കാണത്തില്ല, കുറച്ചും കൂടെ കുഞ്ഞല്ലായിരുന്നു. ഈ പ്രാവശ്യം പുള്ളിക്കാരിക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത്, കാലൊക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റേതായ ആ ഒരു എന്താ പറയുന്നത്, പുള്ളിക്കാരിക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. തിരിച്ചു കയറാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഇച്ചിരി കാറ്റൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഒത്തിരി നേരമൊന്നും നിന്നില്ല. നമ്മൾ രാവിലെ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമൊക്കെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ലൊരു വിശപ്പൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയ്യെ സ്കാബ്രോയിലേക്കാണ് വിട്ടത് കേട്ടോ. നമ്മുടെ ഈ ബീച്ചിൽ നിന്നൊരു 35 minutes എന്തോ ഡ്രൈവ് ഉണ്ടായിരുന്നു. ബട്ട് അടുത്തുള്ള ഒരു ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാം എന്ന് വിചാരിച്ചു. അവിടെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പപ്പാസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. ബട്ട് ആ വിശപ്പിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കരമായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നത്. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഫ്ലമിംഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഐസ്ക്രീം പാർലറിൽ കയറി നല്ലൊരു ഹെവി ഡെസേർട്ടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. നമ്മളങ്ങനെ ഒരു 3 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ താമസിക്കുന്ന സ്റ്റേ ഏരിയയിലെത്തി. ആൻഡ് ഒരു എനർജി നാപ്പ് പോലെ ഒരു 2 മണിക്കൂർ ഒന്ന് നല്ലതായിട്ട് ഉറങ്ങി കേട്ടോ. നല്ല ഹെവി ലഞ്ചല്ലായിരുന്നു. അതിന് ശേഷം ഒരു 5:30 ആയപ്പോഴത്തേക്ക് കട്ടൻ കാപ്പിയും കുടിച്ച് 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പയ്യെ ബാർബിക്യൂ പരിപാടിയിലേക്ക് കിടന്നു. ആൻഡ് ദെൻ എന്താ പറയുന്നത്, അതിന് ശേഷം നമ്മൾ പിന്നെ ചെറുതായിട്ട് പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇത് ട്യൂസ്ഡേ ഈവനിങ് ആയിരുന്നു. വെനസ്ഡേ മോർണിംഗ് 10 o'clockന് ഉള്ളിൽ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണം എന്നായിരുന്നു പ്ലാൻ. അപ്പം പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഡിലേ ആക്കണ്ട എന്ന് വിചാരിച്ചു. ആൻഡ് യെസ്, അങ്ങനെ നമ്മുടെ ആ ഒരു ഡേയും എൻ്റെ പാവുമാണ്. നെക്സ്റ്റ് മോർണിംഗ് ഞാൻ എന്താ പറയുന്നത് രാവിലെ എണീറ്റു ഗൈസ് ഈ ഒരു സൺറൈസ് കാണാനായിട്ട്. പക്ഷേ ഒരു പ്രോപ്പർ സൺറൈസ് എനിക്ക് കിട്ടിയില്ല, ബിക്കോസ് ക്ലൗഡ്സ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ. ബട്ട് ദിസ് വാസ് ദ വ്യൂ അറ്റ് ദാറ്റ് മോർണിംഗ് 5:30 ടൈം. ഓക്കെ, ഇറ്റ് വാസ് ടു ഗുഡ്. നല്ല രസമായിരുന്നു. പക്ഷേ നല്ല തണുപ്പും കൂടി ആയിരുന്നുകൊണ്ട് എനിക്ക് വെളിയിലോട്ട് ഒത്തിരി അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. ബട്ട് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മുടെ 2 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞു. നല്ലൊരു റിലാക്സ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രേക്കായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു ടൈറ്റ് സ്കെഡ്യൂളിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു 2 ദിവസം ബ്രേക്കൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷൻ തന്നെയാണ്. അങ്ങനെ നല്ല 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 കുറച്ച് നിമിഷങ്ങൾ ഇങ്ങനെ ഞാനൊരു വീഡിയോയും കുറച്ച് ഫോട്ടോസും ആഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല നല്ല നിമിഷങ്ങളുമായിട്ട് പിന്നെയും പെട്ടെന്ന് വരുന്നതായിരിക്കും. Until then, take care, God bless and bye.